ഒറിജിനൽ ഐമാക്സ് ഫിലിം ക്യാമറയിൽ ചിത്രീകരിച്ച സിന്നേഴ്സ് എന്നുള്ള സിനിമ ഐമാക്സ് വിത്ത് ലേസർ കൊച്ചി സിനിപോളിസിൽ കണ്ട എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. 25 മിനിറ്റോളം എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ സ്വിച്ചിങ് വരുന്ന ഒരു ഹൊറർ ത്രില്ലർ മൂവി കൂടിയാണ് സിന്നേഴ്സ്. ദ ഐമാക്സ് എക്സ്പീരിയൻസ്. ഡയറക്ടർ റയൻ കൂഗ്ലർ, ഡയറക്ടർ ഓഫ് ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ എവർ, ക്രീഡ്, ഫ്രൂട്ട് വാലേ സ്റ്റേഷൻ. ഇതിലെല്ലാത്തിലും കോമൺ ഫാക്ടർ ഇതിലെ ഡബിൾ റോൾ ചെയ്തിരിക്കുന്ന ലീഡ് ആക്ടറായിട്ടുള്ള മൈക്കിൾ ബി ജോർദൻ. ഇവരെപ്പോൾ സിനിമയായിട്ട് വന്നാലും അടിപൊളിയായിരിക്കും. ഇത്തവണ ഐമാക്സ് ക്യാമറ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 70mm ഐമാക്സ് ക്യാമറയിൽ 65mm കോഡാക്കിൻ്റെ പ്രിൻറ്റിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. പൂർണ്ണമായും അതിലല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. 25 മിനിറ്റാണ് ആ ഒരു ഐമാക്സ് 1570 ക്യാമറ വെച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് യൂസിങ് കോഡാക് 65mm ഫിലിം. ആ സാധനമാണ് ഇത്. 15 പെർഫറേഷൻസ് 70mm. ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറുതായിരിക്കും 15 പെർഫറേഷൻസ് 65mm. അപ്പോൾ ഐമാക്സിലായി 25 മിനിറ്റ് നിറഞ്ഞേക്കും. ബാക്കി സംഭവങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് പാനാവിഷൻ 70 എന്ന് പറഞ്ഞ ക്യാമറയിലാണ്. 65mm കൊഡാക്കിൻ്റെ തന്നെ ഫിലിം റീൽ വെച്ചിട്ടാണ് ബാക്കി സിനിമ മൊത്തം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ റൺ ടൈം 2 മണിക്കൂറും 5 മിനിറ്റ് അങ്ങനെ എന്തോ ആണ്. എൻ്റെ മോനെ എന്ത് രസമായിരുന്നറിയാമോ ഇത് കാണാൻ. ഒയ്യോ, അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇന്ന് സിനിമ കാണാൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ആള് UK ലെച്ചസ്റ്റർ സ്ക്വയർ ഐമാക്സിൽ ജോലി ചെയ്തിരുന്ന കൊച്ചിക്കാരനായ അസിമാണ് എനിക്ക് ഈ 15 പെർഫറേഷൻസ് ഒറിജിനൽ ഐമാക്സ് ഫിലിം കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് മച്ചാനെ. അത് ഇന്ന് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര വലിയൊരു മെമ്മറി കൂടിയാണ് ഈ സാധനം. ഇത് കൂടാതെ എനിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ പിന്നീട് കാണിച്ചു തരാം. അത് വണ്ടിയുടെ അകത്തിരിക്കുന്നതാണ്. ഞാൻ എക്സൈറ്റ്മെൻറ്റ് പോലെ ഓടി വന്നപ്പോഴേക്കും അത് മറന്നുപോയി. ഞങ്ങളിന്ന് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഇന്ന് രാഹുൽ ഉണ്ടായിരുന്നു, അഖിലുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നാണ് സിനിമ കാണാൻ പോയത്. പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വേറെ ഉണ്ടായിരുന്നു. മൊത്തം സിനിമ കാണാൻ 20-something ആൾക്കാരെന്തോ ആണ് ഉണ്ടായിരുന്നത്. കിടിലൻ എക്സ്പീരിയൻസ്. ഒറ്റൊരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടായി, അത് ഞാൻ പറയാൻ വഴിയേ. ആദ്യം ഈ സിനിമയെപ്പറ്റി സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ എന്താണെന്ന് ചുരുക്കി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, റയൻ കൂഗ്ലർ എന്ന ഡയറക്ടർ റോബർട്ട് റോഡ്രിഗസ് സംവിധാനം ചെയ്തിട്ടുള്ള ഫ്രം ഡസ്ക് ടിൽ ഡോൺ എന്നുള്ളൊരു സിനിമയുണ്ട്. ജോർജ് ക്ലൂണി, ബാറ്റ്മാനായിട്ട് അഭിനയിച്ച ജോർജ് ക്ലൂണിയും ക്വെന്റൻ ടാരന്റീനോ, വളരെ ഫേമസ് ആയിട്ടുള്ള ലെജൻഡറി ഡയറക്ടറായ ക്വെന്റൻ ടാരന്റീനോ അഭിനയിച്ച ഒരു സിനിമയും കൂടിയാണ്. ആ സിനിമ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ ഡയറക്ടറിന് ഒരു ട്രിബ്യൂട്ട് നൽകിക്കൊണ്ട് ഒരു കിടിലൻ ക്ലാസ് വാമ്പയർ ചിത്രം എടുത്തിരിക്കുകയാണ്. വളരെ ഡിഫിക്കൽട്ടാണ് എനിക്ക് ഒരു വാമ്പയർ സിനിമ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെ അത്ര ഇമ്പ്രസ് ചെയ്താലേ എനിക്ക് വാമ്പയർ സിനിമ ഇഷ്ടപ്പെടുകയുള്ളൂ. ഒന്നാമത് കുറേ ക്രിഞ്ച് വാമ്പയർ സീരീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടാലേ എനിക്ക് ആ ഒരു ജോണർ പിടിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് സോംബി സിനിമകളും. പക്ഷേ ഐ ആം വെരി ഫാസിനേറ്റഡ് ബൈ ബോത്ത്. വില്ലന്മാരും തകർത്താടിയ ഒരു സിനിമയെന്നും കൂടെ പറയേണ്ടി വരും. അടിപൊളി സ്റ്റോറി ടെല്ലിങ്ങും മ്യൂസിക്കും എല്ലാം ഉണ്ടെങ്കിലും ഇതിനകത്ത് ആക്ടിങ് വൈസ് മൈക്കിൾ ബി ജോർദൻ എല്ലാ സിനിമയിലും പോലെ കിഡുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതും ഇരട്ട റോളിലാണ്, ഡബിൾ റോളാണ്. ട്വിൻ ബ്രദേഴ്സ് ആയിട്ടുള്ള സ്റ്റാക്ക് ആൻഡ് സ്മോക്ക് എന്നുള്ള ക്യാരക്ടേഴ്സാണ് കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗാങ്സ്റ്റേഴ്സാണ് അവർ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റോളാണ്. രണ്ടുപേരെയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ജസ്റ്റ് ലുക്ക് മാത്രമല്ല, വെച്ചിരിക്കുന്ന തൊപ്പിയുടെ ഡിഫറൻസ് മാത്രമല്ലാതെ രണ്ടുപേർക്കും യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്നാൽ ദേ ആർ ബോണ്ടഡ് ബൈ ലവ് ആൻഡ് ബ്രദർഹുഡ്. അത് നല്ല അടിപൊളിയായിട്ട് മൈക്കിൾ ബി ജോർദൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇതിലെ വില്ലനായിട്ട് വന്ന, അതൊരു സ്പോയിലറോ കാര്യങ്ങളൊന്നുമല്ല, ഇതിൽ വില്ലനായിട്ട് വന്ന ജാക്ക് ഒ കോണൽ എന്നുള്ള നടനാണ്. അൺബ്രോക്കൺ എന്ന ഒരു ഹോളിവുഡ് ചിത്രമുണ്ട്. സംവിധാനം ചെയ്തിരിക്കുന്നത് ആഞ്ചലീന ജോലിയാണ്. ആഞ്ചലീന ജോലി സംവിധാനം ചെയ്ത ആ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം. വേറെ റേഞ്ച് കിടിലൻ പടമാണ്. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. അന്യായ പടം എന്ന് പറയാം, അന്യായ പടം. ആ സിനിമയിൽ അഭിനയിച്ച നടനാണ് ഇതിലെ വില്ലൻ. വേറെ റേഞ്ച് പെർഫോമൻസ് ആയിരുന്നു, കിടിലൻ പെർഫോമൻസ്. എന്താണ് ക്യാരക്ടർ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇത് മസ്റ്റ് വാച്ച് ഇൻ ഐമാക്സാണ്. ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഐമാക്സിൽ തന്നെ കാണണം. അതിന് മെയിൻ റീസൺ ആ ഒരു എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോയും ഇതിലെ സൗണ്ടും കാര്യങ്ങളുമാണ്. ഐമാക്സിൽ വെറുതെ
പെടായിരുന്നു, അത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഹാൻഡ്സ് ഡൗൺ വൺ ഓഫ് ദി ബെസ്റ്റ് IMAX എക്സ്പീരിയൻസസ്. I am so envious with people who got the chance to watch it in a 70mm IMAX. ഈ ഒരു 70mm റീലിൽ, അതായത് 65mm ആണ് ഇവർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ആ 65mm റീലിൽ ഒരു ഫിലിം IMAX പ്രൊജക്ഷനിൽ ഈ സിനിമ കാണാൻ പറ്റിയിട്ടുള്ള ലോകത്തുള്ള 10ഓളം മെന്യൂസ് ഉണ്ട്. അവിടെ ഈ സിനിമ കാണാൻ പറ്റിയ എല്ലാവരോടും എനിക്ക് അസൂയ മാത്രം. കാരണം ഞാൻ കണ്ട വിഷ്വലിനേക്കാളും കുറച്ചും കൂടി ടോളറായിരിക്കും ആ 1.43:1 ഫുട്ടേജ്. അതും ഈ സിനിമയുടെ ഒരു ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കും തലയ്ക്കും ആ എക്സ്പാൻഡഡ് ഫുട്ടേജ് വന്ന് പോകുന്നത് മാത്രമല്ലാതെ സിനിമയുടെ ക്രൂഷ്യൽ മൊമെൻറ്റ്സിൽ ആ വൈഡായിട്ടുള്ള 70mm 2.76:1 ആനമോർഫിക് ഫുട്ടേജിൽ നിന്ന് ഇത് വലുതായ ആ ഒരു സ്ക്രീൻ നിറയും IMAXൻ്റെ. എൻ്റെ മോനെ അത് വിഷയമായിരുന്നു. അത് ഭയങ്കര രസമായിട്ട് ചെയ്തേക്കണം. ഈ സിനിമയുടെ നറേറ്റീവ്, ആർട്ടിസ്റ്റിക് പരിപാടികളും എല്ലാം ഓരോരുത്തരും ഇതിൽ ഇപ്പോൾ ഈ പോസ്റ്ററിൽ കാണുന്ന എല്ലാവരും കിട്ടില്ല അഭിനയമായിരുന്നു. ഇതിനകത്ത് ഒരു യങ് ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള ഒരു ആക്ടറുണ്ട്. എൻ്റെ മോനെ അവൻ്റെ പെർഫോമൻസ് കാണണം. അവനെ വെച്ചാണ് സിനിമ തുടങ്ങുന്നത്. സിനിമ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയും തുടങ്ങിയിടത്തേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. സ്പീക്കിംഗ് ഓഫ് ദാറ്റ്, നിങ്ങൾ സിനിമ കഴിയുമ്പോൾ തന്നെ ഉടനെ എഴുന്നേറ്റ് പോകാൻ നിൽക്കരുത്. മിഡ് ക്രെഡിറ്റ് സീനും എൻഡ് ക്രെഡിറ്റ് സീനും ഉണ്ട് പടത്തിന്. അത് പെടായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ തന്നെ ഏറ്റവും ഒരു ഗംഭീരമായ ഒരു സീനുണ്ട്. അത് ഈ ഫുൾ റേഷ്യോയിലാണ് കാണിക്കുന്നത്. 1.90:1 ഞാൻ കണ്ടത്. കാരണം ഞാൻ കണ്ടത് ഒരു XT IMAXിലാണ്. XT കോള സീനോൺ IMAXിൽ 1.90:1 ആയിരിക്കും. അതല്ലാതെ ഡുവൽ ലേസർ 1.43:1 സ്ക്രീനുള്ള സ്ഥലങ്ങളിൽ ആ ഒരു വീണ്ടും ടോളറായിട്ടുള്ള ഈ ഒരു റേഷ്യോയിലായിരിക്കും പടം വരാൻ പോണത്. ഈ ഒരു ഹൈറ്റിലുള്ള സീനിൽ. ഇപ്പോൾ ഇതിനകത്തുള്ള ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോപ്പാണ്. അത് വേറെ ഏത് പടം എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാനത് സ്റ്റോറി ഇടാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഏത് സിനിമയിലെ സീനാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് എനിക്ക് തന്നിരിക്കുന്ന ഒരു ടാസ്ക്കാണ്. എന്തായാലും അസിമിനും അറിയില്ല ഏത് സിനിമയെന്നുള്ളത്. ഇത് ബൈ ദ വേ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ BFI ലണ്ടൻ IMAXിൽ നിന്നാണ്. ഇത് അവിടുത്തെ സാധനമാണ്. സോ ഐ വിൽ ഓൾവേസ് ഹോൾഡ് ദിസ് പ്രഷ്യസ് ആൻഡ് ഐ വിൽ ചെറിഷ് ദിസ് ഫോർ എവർ. ഇത് ഭയങ്കര വിലപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു എക്സ്പാൻഡഡ് ഫുട്ടേജിൽ BFI IMAXിലും ഇത് ആ 1.43:1 റേഷ്യോയിൽ ഫിലിം പ്രൊജക്ഷനിലാണ്, ഫിലിം റീൽസ് ഓടിച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ലണ്ടനിലുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയും. ഈ സിനിമയുടെ വേൾഡ് പ്രീമിയറും നടന്നത് ലണ്ടനിൽ BFI IMAXിലായിരുന്നു. എന്തായാലും ഇവിടെ കിടിലം പടമെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ഒറ്റൊരു സങ്കടമുള്ളൂ ഈ സിനിമയുടെ കേസിൽ. ആനമോർഫിക് റേഷ്യോയിൽ എടുക്കുന്നതിന് പകരം ഈ സിനിമ, അത് എനിക്ക് തോന്നുന്നു അവർ ആ റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതായത് ഇങ്ങനൊരു സിനിമ ആനമോർഫിക്കിൽ നിന്നും ഫുൾ ബ്ലോൺ 1.43:1 ഫ്ലാറ്റ് റേഷ്യോയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു സിനിമ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇതുപോലെ അറ്റ് ദ സെയിം ടൈം പാനവിഷൻ 70 എന്നുള്ള അൾട്രാ വൈഡായിട്ടുള്ള ആനമോർഫിക് റേഷ്യോയിലിരിക്കുന്ന ഫുട്ടേജും അറ്റ് ദ സെയിം ടൈം ഏറ്റവും ടോളായിട്ടുള്ള 1.43:1 ഫുട്ടേജും ഒരുമിച്ച് ചിത്രീകരിച്ച് പോയ ഒരു സിനിമ അത് എൻ്റെ അറിവിൽ വേറെ ഇല്ല. അപ്പോൾ എന്തായാലും ദിസ് ഈസ് എ ഹോമാജ് ടു IMAX. ദിസ് ഈസ് എ ഹോമാജ് ടു എവരിബഡി ഹൂ ലവ്സ് anamorphic ultra wide footage. It is a homage to full blown IMAX 1.43:1 OG IMAX footage. എല്ലാവർക്കും ഒരു ഹോമാജാണ് റയൻ കൂഗ്ലർ എന്നുള്ള ആൾ ചെയ്തിരിക്കുന്നത്. വലിയൊരു നന്ദി വോണർ ബ്രദേഴ്സിന് പറഞ്ഞേ പറ്റുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ പ്രിൻറ്റ് അവരയച്ചിരിക്കുന്നത് ഗംഭീര പ്രിൻ്റാണ്. ബ്രോഡ്വേ IMAXിലാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 4K 12 ചാനൽ DCPയിലേക്ക് സിനിമ കാണാൻ പറ്റുന്നത്. ഞാൻ കണ്ടത് 4K 5 ചാനൽ DCPയിലാണ്. അത് തന്നെ ഗംഭീരമായിരുന്നു. 12 ചാനലിൽ മോളിൽ നിന്നും കൂടെ സൗണ്ട് വരും, ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ഉണ്ടാവും. അത് ഇന്ത്യ തന്നെ 4 വെന്യൂസിലേ ഉള്ളൂ. ആ 4 വെന്യൂസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ഒരേ ഒരു വെന്യൂള് ബ്രോഡ്വേ സിനിമാസ് സ്ക്രീൻ 1 XT IMAX ലേസർ വിത്ത് 12 ചാനൽ. പിന്നെ ഉള്ളത് സെലക്ട് സിറ്റി വാക്ക്, അവിടെ കോള വിത്ത് 12 ചാനലാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഞാൻ ഓപ്പൺ ഹൈമർ സിനിമ കാണാൻ പോയ മുംബൈയിലുള്ള ലോവർ പെറയിൽ PVR ഐക്കോണിൻ്റെ കോള വിത്ത് 12 ചാനൽ IMAXും പിന്നെ ഒരു വെന്യൂ കൂടിയാണ് ഉള്ളത്. എന്തായാലും
അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയുടെ. ഇതൊരു സ്ലോ ബേണർ മൂവിയാണ്. പക്ഷേ ഈ സിനിമ പതിയെ സ്ലോ ആയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഹൈയിലേക്ക് അങ്ങോട്ട് പോകും. പിന്നെ ഇതിനൊരു തിരിച്ചു വരവില്ല. അന്യ രസമായിട്ടാണ് ഈ സിനിമയുടെ ഒരു പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതെന്തെങ്ങനെ പോകണമെന്ന് വിചാരിക്കും. പക്ഷേ ആ വേൾഡിലേക്ക് നമ്മൾ ആ 2 ക്യാരക്ടേഴ്സിനെ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് തരും. സ്മോക്ക് ആൻഡ് സ്റ്റാഷ് എന്നുള്ള ആ ഒരു ട്വിൻ ബ്രദേഴ്സ് എന്താണ്, അവരെ എത്രത്തോളം ഭീകരരാണ്, എന്താണ് അവരെന്ത് ടൈപ്പ് ഗ്യാങ്സ്റ്റേഴ്സ് ആണെന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പിന്നെ ഒരു പിടിച്ചാൽ കിട്ടാത്ത ലെവലിൽ പോക്കാടെ. പിന്നെ വില്ലനും കൂടി വന്നു കഴിയുമ്പോൾ എൻ്റെ മോനെ, എനിക്ക് ഈ സിനിമയെ ഫ്രം ഡസ്ക് ടിൽ ഡോൺ എന്നുള്ള പടമായിട്ട് കമ്പയർ ചെയ്യാനുള്ള റീസൺസ്, അതിനകത്ത് 2 ഗൺസ്ലിങ്ങേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു പബ്ബ് അല്ലെങ്കിൽ ഒരു ബാറിലേക്ക് ചെല്ലുന്നത്. ഫ്രം ഡസ്ക് ടിൽ ഡോൺ എന്നുള്ള സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ഇതിനകത്ത് 2 ഗ്യാങ്സ്റ്റേഴ്സ് കൂടി ഒരു പബ്ബ് അല്ലെങ്കിൽ ഒരു ബാറ് തുറക്കുകയാണ്. അതിനകത്തേക്ക് ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു ആക്ട്രസ്, ഐ ക്യാൻഡി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു ആക്ട്രസ് ഈ സിനിമയിലുണ്ട്. അത് ഹെയ്ലി സ്റ്റൈൻഫീൽഡാണ്, നമ്മുടെ ഹോക്കയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൾ. ട്രൂ ഗ്രിറ്റ് എന്ന് പറഞ്ഞൊരു കിടിലം പടത്തിലൂടെ ഡെബ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഐ തിങ്ക് ഇറ്റ് വാസ് ഹർ ഡെബ്യൂ. അപ്പോൾ കോൻ ബ്രദേഴ്സ് എന്ന് പറയും ആ ഡയറക്ടർ. ട്രൂ ഗ്രിറ്റ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുപോക്ക്, കിടിലം പടം. ജോഷ് ബ്രോളിൻ, ജെഫ് റിഡ്ജസ്, ഹെയ്ലി സ്റ്റൈൻഫീൽഡ്, അങ്ങനെ കുറേ പേര് അഭിനയിച്ചിട്ടുള്ള കിടിലം പടമാണ്. അതിൽ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് വന്ന കുട്ടി ഇപ്പോൾ ഒരു ഭയങ്കര രസമായിട്ടുള്ള ഭയങ്കര ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള ഒരു അടിപൊളി റോളിലാണ് ഇതിനകത്ത് ഹെയ്ലി അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോഴേക്കും അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയത്. അതായത് ഇങ്ങനെ ഒരു കമ്പാരിസൺ തോന്നാം. കാരണം മറ്റേ ഫ്രം ഡസ്ക് ടിൽ ഡോണിനകത്ത് സൽമാ ഹൈക്കായിരുന്നു ആ ഒരു ഐ ക്യാൻഡി ഒരു സംഭവം. ഞാൻ വേറെ ഒന്നും കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ ഈ സിനിമ കാണാം. അപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ 2 സിനിമകളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ആ സിനിമയും ഈ സിനിമയായിട്ട് ഒരു സാമ്യത ഉള്ള പോലെ അല്ലെങ്കിൽ ഒരു ഹോമാജ് കൊടുത്ത പോലെ ഫീൽ ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ. എന്തായാലും എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഐമാക്സ് എക്സ്പീരിയൻസസ് ഇൻ ഐമാക്സ് കൊച്ചി. ഈ സിനിമ എനിക്ക് കോയമ്പത്തൂർ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ ഇത് എത്ര ദിവസത്തേക്ക് തിയേറ്ററിൽ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നീഷ് ഓഡിയൻസിൻ്റെ ഒരു മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അൺലെസ് ആൻഡ് അൺടിൽ ആൾക്കാർ നമ്മളെ പോലെയുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് പോയി കാണുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. എൻ്റെ ബ്രദർ, നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല. പിന്നെ ഇതൊരു ജംപ് സ്കെയർ ടൈപ്പ് ഓഫ് ഹൊറർ മൂവി അല്ല. ഇതൊരു വാമ്പയർ സിനിമയാണ്. ഹൊറർ എലമെൻറ്റ്സ് ഉള്ള വാമ്പയർസൊക്കെ ഉള്ള ഒരു ഹൊറർ മൂവിയാണ്. പക്ഷേ ഇതൊരു ആ സ്കെയറി രീതി എന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഹൊറർ മൂഡുള്ള ഒരു ഹൊറർ മൂവി അങ്ങനത്തെ രീതിയിലാണ്. അല്ലാതെ കോൺജറിങ് പോലെയോ അല്ലെങ്കിൽ ഈവൻ കോൺജറിങ് ആണെങ്കിൽ പോലും അതിങ്ങനെ സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു പടമാണ്. അത് കുറച്ചുകൂടി ജംപ് സ്കെയർസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പടമാണ്. പ്യുവർലി ഹൊററാണ്. ഇത് ഹൊറർ എലമെൻറ്റ്സ് അല്ലെങ്കിൽ വാമ്പയർ എലമെൻറ്റ്സ് ഉള്ള ഒരു തരം ഒരു ആർട്ടിസ്റ്റിക് രീതിയിലുള്ള പടമാണ്. പക്ഷേ എൻ്റെ മോനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല സിനിമകളെ സ്നേഹിക്കുന്ന, ഐമാക്സിനെ സ്നേഹിക്കുന്നവർക്ക് ദിസ് ഈസ് എ വിഷ്വൽ ആൻഡ് ഓഡിയോ ട്രീറ്റ് ഡെഫിനറ്റ്ലി, ബാക്ക്ഡ് അപ്പ് ബൈ ഗ്രേറ്റ് പെർഫോമൻസസ്. അതിൽ ഓരോരുത്തരെയും പറയാനുണ്ട്. അല്ലേ, എവറി സിംഗിൾ ഇതിനകത്ത് ഒരു ആക്ട്രസ്, ഒരു മൈക്കിൾ ബി ജോർദൻ്റെ ക്യാരക്ടറെ സ്മോക്കിൻ്റെ ഗേൾ ഫ്രണ്ടാണ്. ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വേറൊരാൾ വൈഫാണ്. അപ്പോൾ അതൊക്കെ കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്സിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ കഥയിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ആ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ, ലവ്, ലസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഭയങ്കര റോ ആയിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. 100% നീതി പുലർത്തുന്നൊരു പടം എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ രീതി. അതായത് ഡയറക്ടർ ഫേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഹാഫ് വേ നിർത്തിയിട്ടൊന്നുമില്ല. എന്ത് ഇമോഷനാണ് ഇവർക്ക് വരുന്നത് അത് നല്ല ഫുൾ ത്രോട്ടിൽ കാണിച്ചിട്ടുണ്ട്. അത് രസമായിട്ടുണ്ടായിരുന്നുണ്ട്. അത് കിടുവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ ഗ്രേറ്റ് വാച്ച്. ഒരു ക്ലാസ് പടം എന്നൊക്കെ പറയാൻ തോന്നുന്ന വിധത്തിൽ ഒരു അടിപൊളി ഹൊറർ എലമെൻസ് ഉള്ള ഒരു കിടിലൻ വാമ്പയർ പടം. ഒരുപാട് വാമ്പയർ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു തട്ടുപൊളിപ്പൻ വാമ്പയർ പടമല്ല. ഇത് വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് പ്രസൻറ്റ് ചെയ്ത ഒരു നല്ല അടിപൊളി സ്ക്രിപ്റ്റോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു പടം. വെൽ എക്സിക്യൂട്ടഡ് ഓൾസോ. ആ ഒരു മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ബ്ലാക്സിൻ്റെ കറുത്ത വർഗ്ഗക്കാർ പഴയ ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത്. കറക്റ്റ് ഇയർ എന്താണെന്നുള്ള എഴുതി കാണിച്ചായിരുന്നു, പക്ഷേ ഞാൻ മറന്നു. എനിക്ക് തോന്നുന്നു മേ ബി ലൈക്ക് ഇറ്റ് വാസ് ഇൻ 17 ഞാൻ പറഞ്ഞു തെറ്റിക്കാനുള്ള. എന്തായാലും എനിവേസ് അത് പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. ഈവൻ യൂസ് ചെയ്യുന്ന ഗണ്ണായിക്കോട്ടെ, പ്രോപ്സ് ആയിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, എല്ലാം അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഓഫ് ദ ഹോൾ മൂവി ഈസ് സോ ഗുഡ്.
ഇത് കൂടാതെ അവരിടുന്ന കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, മ്യൂസിക് ഹാസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദിസ് മൂവി. ഇതിലെ മ്യൂസിക് എനിക്ക് ഒന്നാമത് ഈ കൺട്രി സൈഡ് മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലെ പാട്ടുകളൊക്കെ എനിക്ക് ശരിക്കും വർക്കായി. ഇത് കുറേ സ്ഥലങ്ങളിൽ ഇതിനകത്ത് പാട്ടുണ്ട്, പക്ഷേ നമുക്കത് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ മ്യൂസിക്കൽസിൻ്റെ ഒരു ആരാധകനൊന്നുമല്ല, പക്ഷേ ഇത് ഒരു ഹൊറർ മ്യൂസിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വെറുപ്പിക്കലല്ല, ഭയങ്കര സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ ജോക്കർ ഫോളി ഡ്യൂ വാണർ ബ്രദേഴ്സിന് തന്നെ പടമാണ്. ആ സിനിമയിൽ എനിക്ക് ഓവർ ദ ടോപ്പായിട്ട് ഫീൽ ചെയ്തു. ഇത് അങ്ങനെ ആ ഒരു ക്രിഞ്ച് ഫീലോ അല്ലെങ്കിൽ ആ ഒരു ഓവർ ദ ടോപ്പ് ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ച് ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തത്. എന്തായാലും ഗ്രേറ്റ് വാച്ച്. ഐ വിൽ ഈസിലി റെക്കമെൻഡ് ദിസ് മൂവി ഇൻ ഐമാക്സ്. എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്, ഐമാക്സ് ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ എന്താണ് ഐമാക്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കിടിലം പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇൻട്രസ്റ്റെല്ലാർ, ഡ്യൂൺ പാർട്ട് 2, ഏലിയൻ റോമുലസ്, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള വാർഫെയർ, ഇതൊക്കെയാണ് ഐമാക്സിൽ കാണേണ്ട പടങ്ങൾ. ഒറ്റൊരു സങ്കടം, ഈ സിനിമ റാദർ ദാൻ ഗോയിങ് ഫോർ ദാറ്റ് ഫസ്റ്റ് ടൈം യൂസേജ് ഓഫ് ബോത്ത് ക്യാമറ, ഈ ഫുൾ സിനിമ ഐമാക്സ് ഫിലിം ക്യാമറയിൽ, എന്തായാലും ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ 15 പെർഫ് ഈ ഫിലിമിൽ ഇത് മൊത്തം എടുത്തു വെച്ചിരുന്നെങ്കിൽ ആ ഇത്രയും ടോറർ ആസ്പെക്ട് റേഷ്യോയിൽ എൻ്റെ അമ്മോനെ ഈ പടം വിഷയമായിരുന്നേനെ. അത് മാത്രം ഒരു നെറ്റ് പിക്കിംഗ് ആയിട്ട് ഞാൻ പറയുന്നത്, ഫുൾ സിനിമ ഈ ഒരു 1.43:1 അല്ലെങ്കിൽ ഞാൻ കണ്ട 1.90:1 റേഷ്യോയിലായിരുന്നെങ്കിൽ മോനെ വിഷയമായിരുന്നേനെ, വിഷയമായിരുന്നേനെ. ഇൻട്രസ്റ്റെല്ലാറും എനിക്ക് അങ്ങനെ എപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ മുന്നോ ആ സിനിമയുടെ ഏറ്റവും വലിയ ഭംഗി ഇരിക്കുന്നത് അതിൻ്റെ മ്യൂസിക്കിലും അതിൻ്റെ ആ ഒരു വൈഡ് ആകുമ്പോഴുള്ള ആ ക്ലാരിറ്റി ഡിഫറൻസ്. എൻ്റെ മോനെ അത് മൊത്തത്തിൽ ആ പടം അങ്ങനെ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ, ഓപ്പൺഹൈമർ എടുത്ത പോലെയോ, ഓപ്പൺഹൈമറിലാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് മൊത്തം പടം അങ്ങനെയല്ല, എന്നാലും ഞാൻ പറയാണ് ഡ്യൂൺ പാർട്ട് 2 ഫുൾ പടം അങ്ങനെയാണ്, ഓൾമോസ്റ്റ് ഫുൾ പടം. അപ്പോൾ ആ ഒരു സാധനം മാത്രം നെറ്റ്പിക്ക് ചെയ്യുന്നു. പക്ഷേ ഇറ്റ് വാസ് ഗ്രേറ്റ് വാച്ച്. ഞാൻ എന്തായാലും ഈ സിനിമ രണ്ടാമത് കാണാൻ പോകുന്നുണ്ട്. ആൻഡ് ദർ ഇസ് വൺ ട്വിസ്റ്റ് ടു ഇറ്റ്. ഫുൾ വീഡിയോ കണ്ട ആൾക്കാർക്കായിട്ട് ഒരു ട്വിസ്റ്റ്. അത് വേറൊന്നുമല്ല, ഞാൻ ഈ സിനിമ രണ്ടാമത് കാണാൻ പോകുമ്പോഴേക്കും ഞാൻ കൂടെ നിങ്ങളിലൊരാളെ ഞാൻ കൂടെ കൊണ്ടുപോകാൻ തയ്യാറാണ്, ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെന്നെ സഹായിക്കാൻ ഐമാക്സ് നേരിട്ട് വന്നിട്ടുണ്ട്. ഐമാക്സ് ഇന്ത്യ ഹാസ് ഗിവൺ മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് one person along with me for the second time watch of this movie. അപ്പോൾ ഞാൻ ഈ സിനിമ രണ്ടാമത് കാണാൻ പോകാൻ എനിക്ക് ഐമാക്സ് തന്നെ എനിക്കൊരു അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. ഐമാക്സ് ഇന്ത്യയാണ് ഒരുക്കി തന്നിരിക്കുന്നത്. ഓൾവേസ് എ ഹ്യൂജ് താങ്ക്സ് ടു വാണർ ബ്രദേഴ്സ് ഇന്ത്യ ആസ് വെൽ. കാരണം അവരെപ്പോഴും കിടിലൻ DCP കാര്യങ്ങളൊക്കെ തരുന്നത്. എന്തായാലും ഈ സിനിമ ഞാനിപ്പോൾ ഈ പോയി കണ്ടത് എൻ്റെ സ്വന്തം പൈസ കൊടുത്തിട്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ അവരെൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തു. ഹ്യൂജ് താങ്ക്സ് ടു മൈ ബ്രദർ KD ക്ലൗഡി. മച്ചാനും കൂടി കാരണമായതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ KDയുടെ സൈഡിൽ നിന്ന് കാര്യങ്ങൾ പറയും. എന്തായാലും എനിക്കും ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഫുൾ ഇന്ത്യയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ് മെയിനായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് എൻ്റെ അറിവിൽ അറിയില്ല. കേരളത്തിൽ എന്തായാലും എനിക്കാണ് ആ അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഐമാക്സ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ഐമാക്സ് ഇസ് വാച്ചിങ് അവർ കണ്ടൻറ്റ്. ഐ ആം സോ ഹാപ്പി. എന്തായാലും വേദിയാണെന്ന് തോന്നിയുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഒരവസരം തന്നിട്ടുണ്ട് രണ്ടാമത് ഇതൊന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയായിട്ട്. അപ്പോൾ ഞാൻ കൂടെ ഒരാളെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഇത്തവണ ഐമാക്സാണ് അതിന് ആയിരിക്കുന്നത്. ഐമാക്സ് ഇന്ത്യക്ക് വലിയ നന്ദി പറയുന്നു, ഐമാക്സ് ഇൻ്റർനാഷണലിന് വലിയ നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഐമാക്സിൽ കാണാൻ പറ്റാതെ പോയ ആ സിനിമ ഏതാണെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ അവസരം ഇതുവരെ ഐമാക്സിൽ സിനിമ കാണാത്തവർക്ക് മാത്രമായിട്ടായിരിക്കും. കാരണം എനിക്കത് നിർബന്ധമുണ്ട്. ഐമാക്സിൽ ഇതുവരെ സിനിമ കാണാത്ത ഒരാൾക്ക് വേണം ആ അവസരം കിട്ടുക എന്നുള്ള. ഞാൻ അങ്ങനെ പറയാൻ വേറെ ഒന്നും വെച്ചിട്ടല്ല. ഇനിയും ഒരുപാട് ഐമാക്സ് സിനിമകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് അവസരങ്ങൾ തരാം. പക്ഷേ എൻ്റെ മനസ്സിൽ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഐമാക്സിൽ സിനിമ കാണാത്ത ഒരാൾക്ക് വേണം അത് കിട്ടുക എന്നുള്ളതാണ്. എന്നാലല്ലേ അത് കുറച്ചും കൂടി ഒരു ഡബിൾ സന്തോഷമാവുള്ളൂ. കാരണം ഇത് തരുന്ന ഐമാക്സിനായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിൽ ഭാഗമാവുന്ന എനിക്കും ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇതുവരെ ഐമാക്സിൽ ഇതുവരെ ഒരു സിനിമ കാണാത്ത ഒരാൾക്ക് ഈ അവസരം കിട്ടണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഫുൾ വീഡിയോ കണ്ടവർക്ക് മാത്രമേ ഇത് എന്തായാലും അറിയാനും പറ്റുള്ളൂ. എന്തായാലും അപ്പോൾ നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന ഒരാൾക്കും ഇതുവരെ ഐമാക്സിൽ പോകാൻ പറ്റാത്ത ഒരാൾ കൂടി ആയിട്ടുള്ള ഒരാൾക്കാർക്ക് ഞാൻ ഇത് കൊടുക്കുന്നത്. എന്തായാലും നാളെ രാത്രി ഉള്ള ഷോയ്ക്കായിരിക്കും ആ അവസരം. ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ വരുന്നതാണ്. അപ്പോൾ
നമുക്ക് ഒന്നിച്ച് ഈ പടം ഒന്നുകൂടെ കാണാം. ഞാൻ അത്രയും എനിക്ക് ആഗ്രഹമുണ്ട് ഈ പടം രണ്ടാമത് കാണാൻ. ഇതില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ എൻ്റെ സ്വന്തം ചിലവിലാണെങ്കിൽ പോലും ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരാൾക്ക് എന്തായാലും ടിക്കറ്റ് എടുത്ത് കൊടുക്കുമായിരുന്നു. രണ്ടാമത് ഞാൻ കാണാൻ പോവുകയും ചെയ്യുമായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹാപ്പിനെസ് ഈസ് ഓൾവേസ് ബെറ്റർ വെൻ ഷെയർഡ്. എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമ എൻ്റെ വീട്ടുകാരെയോ കൂട്ടുകാരെയോ അല്ലെങ്കിൽ വളരെ അതിയായ ആഗ്രഹമുള്ള ഒരാളെ കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്നാൽ പറ്റുന്ന പരിമിതികളിൽ നിന്നും എൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. ഞാൻ ഓപ്പൺഹൈമർ സിനിമ കാണാൻ വേണ്ടി മുംബൈ പോയപ്പോൾ ഞാൻ വേറൊരാൾക്കും കൂടി ഞാനൊരു അവസരം ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ ചെയ്യാമെന്നുള്ളത്. അതുപോലെ ഞാൻ അല്ലാതെയും വേറെ സിനിമകളിൽ ഞാൻ ഇതുപോലെ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വന്തം ചിലവിൽ നിന്ന് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഐമാക്സ് ഇതൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. അവരുടെ ചിലവിൽ ഒരാളെ എന്നോട് അക്കമ്പനി ചെയ്യുക, ആരെയാന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണ് സജസ്റ്റ് ചെയ്തത് ഇതുവരെ നിങ്ങളുടെ ഐമാക്സ് കാണാത്ത ഒരാളെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. ഇഫ് ദിസ് ഗോസ് വെൽ നമുക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ഇനിയും ഒരുപാട് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാവട്ടെ. ഐമാക്സിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദിസ് എക്സ്പീരിയൻസ് വാസ് സോ ഡാം ഗുഡ്. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഒരാളെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു അൺവേർതി ആയിട്ടുള്ള സിനിമ കൊണ്ടേ കാണിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഐമാക്സിൽ ഒരു സിനിമ കാണുമ്പോൾ ആ ഐമാക്സിന് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമ, അതൊരു നല്ല സിനിമ കാണിക്കണമെന്ന് ഒരാഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ സിനിമ തന്നെ ഇപ്പോൾ ഓക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഐമാക്സ് കോർപ്പറേഷൻ, ഐമാക്സ് ഇന്ത്യ, KD Cloudy and every viewers who support and watch my videos. താങ്ക് യു സോ മച്ച്. നിങ്ങൾ കാരണമാണ് ഒരു വിധത്തിൽ പറഞ്ഞ ഈ അവസരങ്ങൾ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. രാഹുലിനോട്, ഐമാക്സിലുള്ള നമ്മുടെ കൂട്ടുകാരോട്, എല്ലാവരോടും, ഐമാക്സ് ലവേഴ്സായിട്ടുള്ളവർ, ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരോടും എനിക്ക് നന്ദിയേ പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈവൺ ഇന്ന് അസീമിനായിക്കോട്ടെ, അതേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം പ്രൊജക്ഷൻ റൂമിന് പുറത്തേക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഐ വിൽ ചെറിഷ് ദിസ്. ഇതെനിക്കൊരു അവാർഡ് പോലെ ഞാൻ കാണുകയാണ്. എനിക്ക് സ്നേഹത്തോടെ കൊണ്ടുവന്ന് തന്ന ഒരു അവാർഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച് അസീം. എന്തായാലും ലുക്കിംഗ് ഫോർവേഡ് ടു മോർ സച്ച് അടിപൊളി സിനിമകൾ ഇൻ ഐമാക്സ്. കണ്ടമാനം സിനിമകൾ വരുന്നുണ്ട്. ഈ കൊല്ലം തന്നെ 13 സിനിമകളാണ് ഐമാക്സിൽ. അപ്പോൾ എല്ലാം പോയി കാണും, എല്ലാം ഞാൻ അഭിപ്രായം ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ദിസ് ഈസ് ഈസിലി one of the best IMAX movies I've seen this year, and I would state it as a lifetime experience. കിട്ടിലും പടം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഐമാക്സ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പടം പോയി കണ്ടാലും മതി. കാണേണ്ട പടം ഡെഫിനറ്റ്ലി ഇൻറ്റർസ്റ്റെല്ലാർ, ഡ്യൂൺ പാർട്ട് ഒക്കെയാണ്. ഇതും അതിനൊപ്പം തന്നെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈവൻ വാർഫെയർ മിസ് ചെയ്തവർക്ക് വലിയ റിഗ്രറ്റ് ആയിരിക്കും അത് പിന്നീട് കാണുമ്പോൾ. അതിൻ്റെ ഐമാക്സ് എക്സ്പീരിയൻസ് എനിക്ക് അറിയില്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെ പറഞ്ഞായിരുന്നു. അത് ഇറ്റ് വാസ് സോ ഗുഡ്. അത്രയും രസമായിരുന്നു അത്. അത് കണ്ടവർക്കറിയാം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ള. ഇതും അതേ ഒരു ഗണത്തിൽ തന്നെ പെടുത്താൻ പറ്റിയ ഒരു കിടിലം പടമാണ്. എൻ്റെ അഭിപ്രായത്തിൽ കിടിലം പടമാണ്. ഡോണ്ട് മിസ് ദിസ് ഓൺ ഐമാക്സ്. ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഐമാക്സ് കാണാൻ നോക്കുക. പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സിനിപോളിസിൻ്റെ ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സിനിപോളിസ് 25 എന്ന് പറഞ്ഞാൽ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെയും കുറച്ച് പൈസ നിങ്ങൾക്ക് കുറച്ച് കിട്ടട്ടെ എന്ന് വെച്ച് ഞാനത് പറയണം. എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമായിരുന്നു. പിന്നെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായത്, അത് ഇനി സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്ന് പറഞ്ഞാൽ ഇന്നൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. വേറെ ഒന്നുമല്ല, സിനിമ ഇൻട്രവൽ എന്ന് പറഞ്ഞാൽ എഴുതി കാണിച്ച കുറച്ച് ആൾക്കാർ പുറത്തേക്ക് പോയി. 1 മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ സിനിമ രണ്ടാമത് റീസ്റ്റാർട്ടല്ല കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഇൻട്രവലിന് ശേഷമുള്ള പോർഷൻ കണ്ടിന്യൂ ആയിപ്പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രൊജക്ഷനിസ്റ്റ് വന്നത് ഓഫ് ചെയ്ത് സ്റ്റാഫൊക്കെ വന്നിട്ട് പറഞ്ഞു സോറി ഇത് അറിയാതെ ഇങ്ങനെ പ്ലേ ആയിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും ഇങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കുക. മെയിനായിട്ട് നിങ്ങളൊന്ന് ആ ഇൻട്രവൽ പോർഷനിൽ നിന്നും, ഇൻട്രവലിന് എഴുതി കാണിച്ചില്ലേ, ആ പോർഷനിൽ നിന്ന് ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്യുക. അപ്പോൾ അത് കുറച്ച് പേര് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് കാണാതെ പോയ പോർഷൻസ് അവർ കാണട്ടെ, ഒന്നുകൂടി കാണിക്കുന്നു പറഞ്ഞു. ഞങ്ങളൊന്നും പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു കുറച്ച് പേര് പുറത്ത് പോയതുകൊണ്ട് നിങ്ങളതൊന്ന് അവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരപ്രദമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പ്ലേ ചെയ്ത് തന്നു. ഉടനെ ഞാൻ സംഭവം സോൾവാക്കി തന്നു. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ വരാതെ നോക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു.
അത്ര എനിക്ക് പറയാനുള്ളൂ. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സജഷൻ കൂടി ഞങ്ങൾ കൊടുത്തത് ആ ഡോറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ ഡോറും അല്ലെങ്കിൽ ആ അവിടെയുള്ള പാത്ത് ലൈറ്റും മാത്രമാണ് പ്രശ്നം. അതല്ല, ഈ ഡോറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് മനസ്സിലാക്കിയത് ഡോറിൽ ഒരു ഡബിൾ ഫേസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്ലാസ് പോയിട്ടുണ്ട്. ആ ഗ്ലാസ്സിലൂടെയുള്ള ലൈറ്റാണ് ഈ സ്ക്രീനിൽ വീഴുന്നത്. അപ്പോൾ ഞങ്ങളൊരു സജഷൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു നല്ല തിക്കായിട്ടുള്ള ബ്ലാക്ക് കർട്ടൻ ഇടുകയാണെങ്കിൽ ഡോറിൻ്റെ ഈ തിയേറ്ററിൻ്റെ നടുവിലായിട്ട് ഒരു പോർഷൻ ഉണ്ട്, അവിടെ കർട്ടൻ ഇടാൻ പറ്റും. ആ എക്സിറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കണതിൻ്റെ തൊട്ട് താഴെ ഇടാൻ പറ്റും. അപ്പോൾ അത് ഇടുകയോ അല്ലെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ഡോറ് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ ആ ബ്ലൂ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതും അവർ അന്വേഷിച്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ എടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് തന്നെ വലിയ കാര്യമാണ്. അല്ലാതെ വേറെ ചിലവരെ പോലെ എന്ത് പറഞ്ഞാലും ഓക്കെ സാർ, യെസ് സാർ, സോറി സാർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന പരിപാടിയല്ല. ദേ ആർ അറ്റ്ലീസ്റ്റ് ട്രൈയിങ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. പിന്നെ ചില കാര്യങ്ങൾ ഇവരുടെ കയ്യിലും അല്ല. കാരണം ഈ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സേഫ്റ്റി, ഫയർ ആൻഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സംഭവം അറിഞ്ഞായിരുന്നു, അവിടുത്തെ ലൈറ്റ് ഇവർ ആക്ച്വലി ഒരു തവണ എന്തോ ഓഫ് ചെയ്ത് ട്രൈ ചെയ്തെന്തോ നോക്കി, അങ്ങനെ എന്തോ ചെയ്തു. അപ്പോൾ കംപ്ലയിൻറ്റ് വന്നത്രേ. കുറച്ച് പ്രായമുള്ള ആൾക്കാർ മുഫാസ് എന്തോ കാണാൻ വന്നപ്പോഴേക്കും അവർ തട്ടി വീണു, അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് ഇറിറ്റേഷനായി തോന്നുന്നത് വേറൊക്കെ ചിലപ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും. പ്രായമുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴേക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവരും പോയിക്കൊണ്ടിരിക്കണതെന്ന് മനസ്സിലായി എനിക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ആക്കി റെഡിയാക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. പക്ഷേ ഈ സിനിമ ആസ് എ ഹോൾ കിഡിലിന് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് ഞാൻ അവിടെ തുറന്നു പറയും. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഏതാണ് നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നത് ഐമാക്സിൽ കാണുമെന്നുള്ള, അത് ഏതാ സിനിമ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് എന്തായാലും എൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഈ സിനിമ ഒന്നുകൂടെ ഐമാക്സിൽ കാണാനായിട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഇന്നത്തെ ഷോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ഐമാക്സിൻ്റെ ആ കൗണ്ട് ഡൗൺ കാണിച്ചില്ലേ, അതിലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇന്നൊരു ഡിഫറെൻറ്റ് കൗണ്ട് ഡൗൺ ആയിരുന്നു. ഇന്ന് ആ കൗണ്ട് ഡൗൺ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. നിങ്ങളൊന്ന് പോയി ഈ സിനിമ കാണുമ്പോൾ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. ഒറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സിനിമ തുടങ്ങുന്നതിനും ഏകദേശം 10 മിനിറ്റ് മുന്നേ തിയേറ്ററിൽ എന്തായാലും എത്തുക. കൗണ്ട് ഡൗൺ മിസ് ചെയ്യരുത്. ഈ കൗണ്ട് ഡൗൺ സ്പെഷ്യൽ അത് നിങ്ങൾ കണ്ട് എന്താണെന്നുള്ള മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതൊരു A-റേറ്റഡ് മൂവിയാണ്. 18+ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ സിനിമ കാണാൻ അനുവദിക്കുകയുള്ളൂ. ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ 18+ സിനിമയാണെന്നുള്ള കാര്യം, A-റേറ്റഡ് മൂവിയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവർ കണക്കിലെടുത്താണ് ആളെ കയറ്റുന്നത്. അപ്പോൾ പിള്ളേരൊന്നും കൊണ്ട് ഈ സിനിമയ്ക്ക് പോകാതിരിക്കുക. അപ്പോൾ വൺസ് അഗെയിൻ ഐ താങ്ക് വാർണർ ബ്രദേഴ്സ് ഇന്ത്യ, ഐമാക്സ് ഇന്ത്യ ആൻഡ് ഐമാക്സ് ഫോർ സപ്പോർട്ടിങ് അസ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് അസ് ലൈക്ക് ദിസ് അഗെയിൻ. ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ ഇനിയും കിട്ടട്ടെ. അതിന് ഒരു ചെറിയ കാരണമാവാൻ പറ്റുന്നതിൽ എനിക്കും വളരെയധികം സന്തോഷം. അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.